സോ ഹലോ ഗൈസ് വാട്സപ്പ്, ഞാൻ നിങ്ങൾ സ്വന്തം അച്ചൂസ് ഗെയിമിൽ നിങ്ങൾ കണ്ടുപിടിക്കുന്ന മൈൻക്രാഫ്റ്റാണ്. ബട്ട് നമ്മളിപ്പോൾ ഉള്ളത് ലെസ് പ്ലേയിലാണ്. അപ്പോൾ ഗൈസ് നിങ്ങളോട് ഞാൻ ഈ ലെസ് പ്ലേക്ക് പറ്റിയൊരു നെയിം സജഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് ആരും സജഷൻ ചെയ്തില്ല. വൈ ഗൈസ്, എന്തുകൊണ്ട് സജഷൻ ചെയ്തില്ല? നിങ്ങൾ സജഷൻ ചെയ്യാട്ടെ പെട്ടെന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കേവിലേക്ക് ഇറങ്ങിയത് എന്തിനാ വെച്ചാൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ സമ്മതിക്കുന്നില്ല. ആ സ്കെൽട്ടൻ എപ്പോൾ സ്പോണായെന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. ഞാൻ ഇതിനകത്ത് നേരത്തെ ഇറങ്ങിയപ്പോൾ ഒന്നും ആ സ്കെൽട്ടൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഗൈസ്, എന്താണെങ്കിലും നമ്മൾ ഇവിടെ നിന്നാണ്ട് ഒരു 1 2 3 4 5 6 സ്റ്റാക്കോളം സ്റ്റോണ് നമ്മൾ മൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഏതാണ്ട് അങ്ങോട്ട് ഉള്ളിലേക്ക് ഇച്ചിരി മൈൻ ചെയ്തെടുത്തിട്ടുണ്ട്, അല്ലാതെയും മൈൻ ചെയ്തു. ഇതെന്തിനാ വെച്ചാൽ നമുക്ക് ഇന്ന് ഒരു SP ഫാം ഉണ്ടാക്കാൻ കരുതിട്ടോ. അപ്പോൾ ആദ്യം തന്നെ എന്തിനാ SP ഫാം എന്ന് നിങ്ങളും കരുതുന്നുണ്ടാവും. ഞാനും ശരിക്കും എന്തിനാ ഈ SP ഫാം ആദ്യം തന്നെ ഉണ്ടാക്കുന്നത്? ഓരോ പൊട്ടത്തരങ്ങൾ. ഇവിടെ ബ്രീഡിംഗ് ഫാം ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ കേസ് നമുക്കെന്താ ബ്രീഡിംഗ് ഫാം ഉണ്ടാക്കാം. ഓക്കെ, ബ്രീഡിംഗ് ഫാം ഉണ്ടാക്കാൻ ഞാൻ SP ഫാം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് അയണിന് വേണ്ടിയായിരുന്നു. അപ്പോഴാണ് മനസ്സിലായ SP ഫാമിൽ എന്ത് വേണം? വെള്ളം വേണം. വെള്ളം വേണമെങ്കിൽ എന്ത് വേണം? ബക്കറ്റ് വേണം. ബക്കറ്റ് വേണമെങ്കിൽ എന്ത് വേണം? അയൺ വേണം. അപ്പോൾ എങ്ങനെയാണെങ്കിൽ അയൺ വേണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ കേവിലേക്ക് ഇറങ്ങി അയൺ എടുത്ത്. പക്ഷേ ഞാൻ ഒരു പൊട്ടത്തിൽ ചെയ്ത് ഈ അയൺ എടുത്തിട്ടും ഞാൻ അവിടെ ഇരുന്ന് സ്റ്റാക്ക് കണക്കിന് കോബിൾ സ്റ്റോൺ മൈൻ ചെയ്ത്. എന്തിനാ? SP ഫാം ഉണ്ടാക്കാൻ. പൊട്ടത്തരല്ലാതെ ഒരു കാര്യം ചെയ്യില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഇതെന്താണ് നമുക്ക് ആവശ്യം വരും, ഇവിടെ ഇരുന്നോട്ടെ. ഓക്കെ, SP ഫാം എന്താണ് നമുക്ക് ഉണ്ടാക്കുക? SP ഫാം വേറെ ഒന്നും കൂടെ ഒരു ബോൺവീൽ നമുക്ക് കിട്ടും. ബോൺവീൽ കിട്ടി കഴിയുമ്പോൾ നമുക്ക് ബോൺവീൽ ചെയ്യാം. അപ്പോൾ നമുക്ക് വേണ്ട റിസോഴ്സ് സാധനങ്ങളെല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബക്കറ്റ് വെള്ളം കൂടെ മതി. വേറെ ഒന്നും നമുക്ക് ഇനി അയൺ ഫാമിന് ബ്രീഡിംഗ് ഫാമിന് വേണ്ട ഗൈസ്. ബ്രീഡിങ് കോൾ എൻ്റെ ഉണ്ടായിരുന്നു, ഞാൻ ഇപ്പോൾ ഇവിടെ കൊണ്ടുവച്ച് ഗൈസ്. ഇവിടെ ഞാൻ അറ്റകുറ്റ പരിപാടികളൊക്കെ ഞാൻ എൻ്റെ കോളിൻ്റെ എൻ്റെ 54 കോള് 24 കോള് സോറി എടാ എൻ്റെ 24 കോള് ഞാൻ ഇവിടെ കൊണ്ട് ഇറക്കിച്ച്. ഇവിടെ നിന്ന് ഞാൻ ചെസ്റ്റ് വെച്ചിട്ടില്ല. എടാ ഞാൻ ചത്തായിരുന്നു. എൻ്റെ കോഡ് പോയി. ഇല്ല, ഞാൻ ചത്തില്ല 3 6 കോഡ് വെച്ച്. എന്താ എടാ ഇതെന്താടാ? അത് ശരി, ഞാൻ കോൾ വെപ്പാൻ പോയപ്പോൾ എൻ്റെ ഉള്ളതെല്ലാം പോയോ? കർത്താവേ, റീസ്പോൺ. എടാ ഇനി ഞാൻ 2000-3000 ബ്ലോക്ക് ഇനിയും നടക്കണ്ടേ അങ്ങോട്ടേക്ക്? അയ്യയ്യയ്യേ, അതൊക്കെ ആരടാ? ചേടാ ഞാൻ എങ്ങോട്ടാടാ പോയി നടന്നിരുന്നേ? അയ്യയ്യോ, 2000-3000 ബ്ലോക്കിന് നടക്കണ്ടേ? ഇങ്ങോട്ടേക്കാണ് ഗൈസ്. എനിക്ക് ആകെപ്പാടെ അറിയുന്ന -3000, അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. വേറെ ഒരു കുന്തും എനിക്ക്. എടാ ഇവന്മാരൊക്കെ ആരടാ? അതാ എനിക്ക് മനസ്സിലാകാത്തത്. ഇതുവരെ ഞാൻ അവന്മാരെ കണ്ടിട്ടില്ല. എൻ്റെ കുഞ്ഞു മോനെ, ഞാൻ മൈൻക്രാഫ്റ്റ് മൊത്തം ഒന്നും പഠിച്ചിട്ടില്ല. എനിക്കതുകൊണ്ട് അവന്മാരെ അറിയില്ല. അവന്മാരായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. എന്താണ് ഗൈസ്, ഞാനിനി വീട്ടിലെത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക? ഒരുമാതിരി ബ്രീഡിംഗ് ഫാം ഉണ്ടാക്കാൻ വന്ന എന്നെ കൊണ്ടുപോയിട്ട് ഞാൻ എൻ്റെ കിളി പോയിട്ട് ഗൈസ്. കാരണം വെച്ചാൽ ഞാൻ ഹെഡ്സെറ്റും കൂടെ യൂസ് ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം ഒച്ചയിലാണ് വെക്കാറ്. ഡാർക്ക് കുക്കോ വഴി തെറ്റി. ഞാൻ നേരത്തെ വന്നപ്പോൾ ഡാർക്ക് കുക്കിൻ്റെ കൂടെ നല്ല വന്നു. ഡാർക്ക് കുക്കിൻ്റെ സാധ്യത ഗൈസ്. അടുത്ത വില്ലേജും കിട്ടിട്ടോ. എനിക്ക് തന്നെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് സ്മിത്തും ഉണ്ട് കേട്ടോ ഇവിടെ. ഈ 2ാമത്തെ വില്ലേജ് ആട്ടോ ഗൈസ് എനിക്ക് കിട്ടുന്നത്. ഞാൻ വില്ലേജ് ഒന്നും കിട്ടുന്ന അങ്ങനെ കാണിക്കേണ്ടായത്. 2ാമത്തെ വില്ലേജാണ് കിട്ടുന്നത് എനിക്കിപ്പോൾ. ഒരു വില്ലേജിൽ നിന്ന് ബ്ലാക്ക് സ്മിത്തും എനിക്ക് കിട്ടി. അതിനകത്ത് നിന്ന് കിട്ടിയതാട്ടോ ഈ അയണിൻ്റെ ലെഗിൻസും കാര്യങ്ങളും. പക്ഷെ എൻ്റെ വില്ലേജ് എനിക്ക് കിട്ടുന്നില്ല ഗൈസ്. ഞാൻ 2000 ബ്ലോക്കോളം വന്ന്. ഇതാണ്ട് ഇവിടെയും ഉണ്ട് കേട്ടോ ബ്രെഡ്. അവിടെ നടന്ന് മടുത്തിട്ട് ഗൈസ്. എൻ്റെ ബെഡ് ഞാൻ അവിടെ കൊണ്ട് വെച്ച്
അടിപൊളി. ഞാൻ ഓരോ ബെഡ് ഓരോ സ്ഥലത്ത് കൊണ്ടുപോകും, എന്നിട്ട് അടുത്ത ബെഡ് എടുത്തുകൊണ്ട് പോയി. തന്നെ അവസ്ഥ കേട്ടോ. ഇത് ഞാൻ ഇനി എത്ര ദൂരം നടക്കേണ്ടി വരും എൻ്റെ ഗൈസ്. എന്തെങ്കിലും ഇനി എൻ്റെ ഹൗസ് കിട്ടുമോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കിട്ടിയില്ല ഞാൻ ഇവിടെ തങ്ങും, അത്രേ ഉള്ളൂ. എനിക്കാവില്ല ഇനി പോയാൽ. ഞാൻ ഈ ബെഡൊക്കെ എടുക്കുന്ന എന്താ വെച്ചാൽ നമുക്ക് ഇനി ബെഡ് ഉണ്ടാക്കണ്ടല്ലോ ഗൈസ്. ഇങ്ങനെയാണെങ്കിൽ ഇതിപ്പോൾ രണ്ടാമത്തെ വട്ടമാണ് എനിക്ക് അടുത്ത വില്ലേജ് കിട്ടുന്നത്. പക്ഷെ എൻ്റെ വില്ലേജ് കിട്ടുന്നില്ലല്ലോ. എൻ്റെ വില്ലേജ് എന്താ എനിക്ക് കിട്ടാത്ത? ബ്രെഡ് കുറേ കിട്ടുന്നുണ്ട്. ബ്രെഡിനൊന്നും ഒരു ക്ഷാമല്ല ഗൈസ്. അധികം ഇൻവെൻട്രി ആവശ്യമില്ല. പ്രൂസ് കിട്ടിയായിരുന്നു ഗൈസ്. പ്രൂസ് തന്നെ പ്രൂസും കിട്ടി. ഒബ്സീഡിയൻ കിട്ടി. ഒബ്സീഡിയൻ മറ്റേ ബ്ലാക്ക് സ്മിത്തിൽ നിന്ന് കിട്ടിയതാണ്. അവിടെ നിന്നൊന്നുമേ ഞാൻ കാണുന്നില്ല ഗൈസ്. എൻ്റെ വീട് എവിടെ? അതാണ് എനിക്ക് മനസ്സിലാക്കുക. ബാക്കിയൊക്കെ ഓക്കെ. എൻ്റെ വീട് എന്ത് ചെയ്യും? ഇതെത്ര ഞാൻ അടക്കണം ഗൈസ് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന ക്യാരറ്റ് 36 അത് എടുത്തിട്ടോ. നമുക്ക് ആവശ്യം വരുവിടെ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴൊന്നും ഇത് കണ്ടിട്ട് ഈ വീടുകളും ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല ഗൈസ്. ഞാൻ ഏതിൽ കൂടെ വന്നേന്ന് വഴി തെറ്റിയോന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. എനിക്കൊന്ന് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ ഗൈസ്. ഞാനൊരു സ്ക്രീൻഷോട്ട് പോലും എടുത്ത് വെച്ചിട്ടില്ല. പിന്നെ എങ്ങനെ അറിയാനാ? പൊട്ടറ്റ് ആവശ്യം വരും. പൊട്ടറ്റ് എടുത്തേക്കാം. എത്ര ദൂരം നടക്കേണ്ട വരുമോ എന്തോ. നടക്കൽ തന്നെ ശരണം ഗൈസ്. എന്താണെങ്കിലും ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കാൻ തന്നെ ഞാൻ വില്ലേജ് എൻ്റെ വില്ലേജ് കണ്ടെത്തിയിട്ടേ ഞാൻ എന്താണ് ഗെയിം ഇതിനകത്ത് നിന്ന് ഇറങ്ങുള്ളൂ ഗൈസ്. അത് ഉറപ്പാണ് ഗൈസ്. എൻ്റെ വില്ലേജ് ഇട്ടിട്ടുണ്ട്, പക്ഷേ അവരങ്ങ് പോയിട്ടില്ല കേട്ടോ. എൻ്റെ വില്ലേജ് ഇട്ടി ഇത് തൊട്ടടുത്താട്ടോ ഗൈസ്. ഇവിടുന്ന് ഇച്ചിരിയും കൂടെ പോയി കഴിഞ്ഞാൽ അടുപ്പിച്ചാണ് കേട്ടോ വില്ലേജ് ഗൈസ്. അപ്പോൾ എനിക്കുള്ളത് 2 വില്ലേജ് എനിക്ക് അടുപ്പിച്ചുണ്ട് കേട്ടോ. ഇവിടുന്ന് ഇച്ചിരി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചെന്ന് ആ വില്ലേജിലേക്ക് എത്തും കേട്ടോ. ഇവിടുന്ന് ഇച്ചിരിയും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കേട്ടോ നമുക്കിപ്പോൾ ആ വില്ലേജിലേക്ക് പോയിട്ട് വലിയ ഗുണമൊന്നുമില്ല. നല്ല അവിടുന്ന് കുറേ വീറ്റൊക്കെ എടുത്തുകൊണ്ട് വരണം ഗൈസ്. ഏബേലൊക്കെ എടുത്തുകൊണ്ട് വരണം. പക്ഷേ ഞാൻ വിചാരിച്ചു ഇവർ ഡീസ്പോണായി പോകുന്നു. പക്ഷേ ഇവർ ഡീസ്പോണായി പോകുന്നുമില്ല. നിൽക്കുക ബെഡിൽ റീസ്പോൺ സെറ്റ് ചെയ്യുക. ഇനി എനിക്ക് വയ്യ ഗൈസ്. റീസ്പോൺ സെറ്റായോ? ഓക്കെ റീസ്പോൺ സെറ്റായി. ഇനി ഇവന്മാരെ തല്ലിക്കൊല്ലലാണ് ഡാർക്ക്നെസ്. ഓടിക്കോ ഗൈസ്. ഇവർ ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കുമോ? എൻ്റെ മോനെ എല്ലാം കൂടെ ഒന്നിച്ചാട്ടോ വരുന്ന. ഒരെണ്ണത്തെ ഞാൻ എങ്ങനെ കൊന്നിട്ടുണ്ട്. പുളിക്കാണ്. എൻ്റെ അയ്യാണ് അവിടെ ഞാനാണ് സ്മെൽറ്റ് ചെയ്യാൻ വെച്ചേക്കാം. അങ്ങോട്ട് ആ വീട്ടിലേക്ക് എങ്ങനെ പോകുന്നു എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. ബോയും ഇല്ല എൻ്റെ കയ്യിൽ. എനിക്കൊരു ബോ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ അമ്മരെ തീർക്കായിരുന്നു. ഒരാളെ വെച്ച് പോകുന്നത്. ഒരാളെ തീർത്തു ഗൈസ്. നൈസ്. ഗോ. ഒരുത്തനെ തീർത്തുണ്ട്. ഒരുത്തനെ ഞാൻ തീർത്തു. പിന്നെ ഇത് നിനക്ക് സിമ്പിൾ. നിൻ്റെ മച്ചൂസ് ഗെയിമിനെ നീ കാണിച്ചു കൊടുക്കാൻ മൊത്തം. ഇതൊക്കെ നമുക്ക് നിസ്സാരം. നിസ്സാരം. ഓക്കെ ഇതൊക്കെ നമുക്ക് നിസ്സാരമാണ്. ഇനി ഒരുത്തനും കൂടി ഉള്ളൂ ഗൈസ്. അവനും കൂടെ കഴിഞ്ഞാൽ നമുക്ക് കളി നിർത്താമായിരുന്നു. സാരില്ല. ഒറ്റ ഒരുത്തനും കൂടെ അല്ലല്ലോ. ഒറ്റ ഒരുത്തനും കൂടെ ഉള്ളൂ. എനിക്ക് വിഷമമില്ല. നിന്നെ ഞാൻ കൈ കൊണ്ട് അടിച്ചു കൊല്ലൂടാ. എനിക്ക് ചത്താലും കുഴപ്പമില്ല. ഞാൻ കൈ കൊണ്ട് അടിച്ചു കൊല്ലൂടോ. എറണം കിട്ടവനെ. ചാവ് ഗൈസ്. വീട്ടിൽ നിന്ന് ഒരു വിളി വന്നു. അതാണ് ഞാൻ ഇറങ്ങിപ്പോയത്. ഓക്കെ നിന്ന് പോയ അടിച്ചോ. ഇനി നമുക്ക് സോഡ് എടുത്ത് അടിക്കാം ഗൈസ്. അല്ലാണ്ട് രക്ഷയില്ല. സോഡ് കിട്ടി. കൊന്നടാ ഗൈസ്. ഞാൻ അവൻ പോകുന്നതിന് മുമ്പ് അവനെ ഞാൻ ലോക്ക് ചെയ്യാൻ പോട്ടോ. അവൻ എൻ്റെ മുത്താണ്. ഇനി അവൻ എൻ്റെ കൊച്ചാണ്. ഓക്കെ നമുക്കൊരു സാധനം കിട്ടിയായിരുന്നല്ലോ. കിട്ടി. അതോ എടാ മുത്തേ പോലടാ മുത്തേ. തേനെ ചക്കര കരലേ റൈഡ്. ഓക്കെ
ഇൻവെൻട്രി തുറന്നു കഴിഞ്ഞാൽ ഇവൻ്റെ ഇൻവെൻട്രി എങ്ങനെയാണ് തുറക്കുന്നത്? എടാ ഇവൻ എൻ്റേതായി കഴിഞ്ഞോ? ഒന്നും മനസ്സിലാവുന്നില്ല. ഇവനെ ഞാനാണ് ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത്. ഓ ഇവൻ എൻ്റേതായോ? ഓക്കെ 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 ഓക്കെ. അതങ്ങനെ ഇരുന്ന എക്സെറ്റ് ആവുക. എടാ എക്സെറ്റ് ആവുന്ന എങ്ങനെയാണ്? ഓക്കെ മൊത്തം നിൽക്കുക, ഞാനൊന്ന് ഉറങ്ങട്ടെ. മോബോ എവിടാ മോബ്? എടാ ഇത് മോബാണോ? ആ എടാ അത് മോബായിരുന്നല്ലേ. മൊത്തം നീ മോബാന്നാണ് പറയുന്നത്. അപ്പം നിന്നെ ഞാൻ സൂക്ഷിച്ചിട്ട് എനിക്ക് വലിയ ഗുണമില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. മൊത്തം നീ മോബാന്നാണ് പറയുന്നത്. അപ്പം നിന്നെ ഞാൻ സൂക്ഷിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? പക്ഷെ നല്ല ഒന്നാമത്തെ സാധനമായിരുന്നു ഗേസ്. എന്നാ ചെയ്യടോ ഇവനെങ്ങനെ ഞാൻ സൂക്ഷിക്കും? റൈഡിനുണ്ട്, പക്ഷെ ഇവനെ ഇത് കൊടുക്കാൻ പറ്റൂല. എന്നാ ചെയ്യും ഗായ്സ്? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവനെ. പുള്ളിക്കാരൻ വൈബാണ്, ചില്ലാണ്. സോ ഗൈസ് എന്താണ് നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കട്ടെ. ഇന്ന് ഇത് ബ്രീഡിംഗ് ഫാം ഉണ്ടാക്കാൻ നടത്താം. അപ്പോൾ ഇവന്മാർ വന്നിട്ട് എന്നെ മുമ്പിച്ച്. ഓക്കെ അപ്പോൾ എന്താണ് നെക്സ്റ്റ് എപ്പിസോഡ് കാണാതെ എല്ലാവർക്കും ബൈ ഗൈസ്.